അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ ഈമാൻ നിലനിർത്താനുള്ള ദിക്റാണ്. ആ ഈമാൻ നിലനിർത്തി കഴിഞ്ഞാൽ മരിക്കുമ്പോൾ നമുക്ക് ഈമാൻ കിട്ടണം. എല്ലാവരും ദുആ ചെയ്യുന്നു, റബ്ബേ ഞങ്ങളെ നീ മുസ്ലിമായി ജീവിപ്പിച്ച് മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നവരാണ്. മരിക്കുമ്പോൾ ഈമാൻ തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് മരിക്കുമ്പോൾ ഈമാൻ കിട്ടണം. അതിന് വല്ല വഴിയുമുണ്ടോ? നിസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഅ്മാലുകൾ അള്ളാഹു ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ഈ മഹത്തായ ശഅബാൻ മാസം. ഈ മാസത്തിൽ നാം കഴിവിൻ്റെ പരമാവധി അഅ്മാലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നോക്കുക. അപ്പം ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി കൂടി നാം ചെയ്യുക. എല്ലാ വെള്ളിയാഴ്ചയും നാം ജുമാക്ക് പോകുന്നവരാണല്ലോ. വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിൽ സംബന്ധിച്ചു, ഖുതുബകളൊക്കെ ശ്രദ്ധിച്ച് കേട്ടു, ദുആ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. ആ ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു ബൈത്ത് 5 വട്ടം പതിവാക്കുകയാണെങ്കിൽ അവൻ മരിക്കുമ്പോൾ ഈമാൻ കിട്ടാതെ മരിക്കുകയില്ല. അപ്പോൾ സഹോദരിമാർക്ക് സംശയം, ജുമാ നിസ്കാരം ഞങ്ങൾക്കില്ലാലോ, ഞങ്ങളെങ്ങനെ ചെല്ലും? ജുമാൻ്റെ സമയം കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് ചെല്ലാം. ജുമാക്ക് പുരുഷന്മാർ പള്ളിയിലേക്ക് പോയിട്ട് നേടുന്ന അതേ മഹത്വം തന്നെ ആ സമയത്ത് വീട്ടിലിരുന്നു കൊണ്ട് ളുഹർ നിസ്കാരം നടത്തുന്ന നിങ്ങൾക്കുമുണ്ട്. ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്കും ഇത് പതിവാക്കാം. നമുക്ക് ആ ബൈത്ത് പറയാം. എല്ലാവരും സ്ക്രീനിൽ കാണുന്ന സമയത്ത് എഴുതി വെക്കുകയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഏടുകളിലോ മറ്റോ നോക്കിയിട്ട് ഇത് ചെല്ലാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. റഹ്മാനായ അല്ലാഹ്, ഞാൻ ജന്നാത്തുൽ ഫിർദൗസിന് ഒരിക്കലും തന്നെ അർഹനല്ല. എന്നാൽ നിന്റെ നരക ശിക്ഷ അനുഭവിക്കാനുള്ള ശക്തിയും എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് നീ തൗബ ഓശാരമായി തന്നുകൊണ്ട് എൻ്റെ ദോഷത്തെ നീ പുറത്തു തരണം റഹ്മാനെ. തീർച്ചയായും നീ ദോഷം പൊറുക്കുന്നവനാണ്, വലിയ വലിയ ദോഷങ്ങളൊക്കെ പൊറുക്കുന്ന അല്ലാഹ്, എൻ്റെ ദോഷം നീ പുറത്തു തരണം എന്ന് 5 വട്ടം എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് ശേഷം പതിവാക്കിയാൽ മരിക്കുമ്പോൾ ഈമാൻ കിട്ടാതെ മരിക്കുകയില്ല. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാൻ കാമിലായി മരിക്കാനും നല്ല ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് നല്ല ആളുകളുടെ കൂട്ടത്തിലായിക്കൊണ്ട് മരിക്കാനും ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.